എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ അവന്റെ ആരോ പവർ ഉപയോഗിച്ച് അവന്റെ ഓപ്പണന്റ് ഹോലോയെ അതിനെ അച്ചറം പൊച്ചറം അങ്ങനെ നശിപ്പിച്ചു കളയാണ്. മറ്റൊരു ഭാഗത്ത് സാധുയ്ക്കാണെങ്കിൽ അത് കണ്ട് ആവേശം കൂടും. മുടിയൻ സാധുയ്ക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ സ്ട്രെങ്ത്തും ശക്തിയുമാണ് അവന്റെ ഏറ്റവും വലിയ എബിലിറ്റി. അവൻ അതുപയോഗിച്ച് ആ ജയന്റിനെ നല്ല ശക്തിയിൽ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അതിനെ ഓരോ ഭാഗങ്ങളാക്കി അവൻ തവിട് പൊടിയാക്കി ഇടും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫൈറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യും. പക്ഷെ അവർ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ആ ബിൽഡിങ് ആണെങ്കിൽ കുറേശ്ശെ ആയിട്ട് അങ്ങനെ തകരുകയാണ്. അതുകൊണ്ട് കണ്ണാടി പയ്യൻ അവൻ നിലവിളിച്ചു പറയും, ഇച്ചിഗോ സാധു, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഈ ബിൽഡിങ് അത് തകർന്ന് നമ്മുടെ ദേഹത്ത് വീഴും. ഞാനത് പറയേണ്ട താമസം അതിലൊരു ഹോലോ അതാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഞങ്ങളെ തകർത്തതുകൊണ്ട് ഒരിക്കലും ഈ ഹോലോ വേൾഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇത് ഐസന്റെ ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൽ പണ്ടേ നിങ്ങൾ പെട്ടുകഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവിടുന്ന് രക്ഷപ്പെടാൻ സ്റ്റെയറിന്റെ അടുത്തേക്ക് ഓടും. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി വരേണ്ട താമസം അത് മുഴുവനായിട്ടും ഇടിഞ്ഞു വീഴുകയാണ്. ആൾക്കാരാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അടിച്ചു വീഴും. അവരുടെ ബോഡിയിൽ ഇപ്പോൾ ഒരുപാട് മണ്ണൊക്കെ അങ്ങനെ ഇരച്ചു കയറുകയാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആൾക്കാർ 3 പേരും സേഫാണ്. അവർക്ക് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അവർ ബോഡിയിലുണ്ടായിരുന്ന ഒക്കെ പുറത്തേക്ക് കൊട്ടിക്കളയും. അതിനുശേഷം ചുറ്റും നോക്കും. അവരിപ്പോ ഒരു വലിയ മരുഭൂമിയിൽ അങ്ങനെ അകപ്പെട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോ എവിടെയാ, എങ്ങനെ ഒർഹിബയെ കണ്ടെത്തുന്നൊക്കെ പറഞ്ഞ് അവർ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോഴായിരിക്കും ദൂരത്തായി ഒരു കൂറ്റൻ കാസ്റ്റില് അത് അവർ കാണുക. തീർച്ചയായിട്ടും അവിടേക്ക് പോവാണെങ്കിൽ ഒർഹിബയെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അത് കിട്ടാതിരിക്കില്ല. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു കാസ്റ്റ് ലക്ഷ്യം വെച്ച് അവിടേക്ക് പോവും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ഐസന്റെ ചീഫ് ജനറൽസിനെ കാണിക്കും. അവരെല്ലാവരും ഐസനുമായിട്ടുള്ള ഒരു വലിയ മീറ്റിങ്ങിനായി വലിയൊരു ഹാളിലേക്ക് കടന്നു വന്ന് ഐസന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ അവരുടെ എല്ലാവരുടെയും നേതാവ് സാക്ഷാൽ ഐസൻ ആളുടെ അസിസ്റ്റൻസിനോടൊത്ത് അവരോട് സംസാരിക്കാൻ അവിടേക്ക് കടന്നു വരും. ഐസനും അവന്റെ ജനറൽസും അവരെല്ലാവരും ചേർന്ന് ടീ പാർട്ടി ആഘോഷിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവര് ആ ഒരു ജയന്റ് കാസ്റ്റിൽ അത് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കും. അവർ ഒരുപാട് ദൂരം ഓടിയിട്ടും അതിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. അതങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ കണ്ണാടി പയ്യനോടും സാധുവിനോടും പറയും, ആ കാസ്റ്റില് അത് നമ്മൾ കരുതും പോലെയല്ല, വളരെ വലുതാണ്. ഇതിന്റെ അടുത്തേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും മുൻപോട്ടേക്ക് കുതിക്കും. പക്ഷേ അവരെത്രയൊക്കെ സ്പീഡിൽ മുൻപോട്ടേക്ക് പോയിട്ടും ആ കാസ്റ്റിന്റെ അടുത്തേക്ക് അവർക്ക് അത്ര വേഗത്തിൽ എത്താനായിട്ട് കഴിയില്ല. അവർ ക്ഷീണിച്ച് ഒരല്പസമയം അവിടെ നിൽക്കും. അപ്പം അവർ കാണും ദൂരത്ത് നിന്നായിട്ട് അവർ ലക്ഷ്യമാക്കി ഒരു ടൊർണാഡോ അതങ്ങനെ വമ്പ ഫോഴ്സിൽ അവർക്ക് നേരെ വരികയാണ്. അവരാണെങ്കിൽ അത് കാണേണ്ട താമസം ജീവനും കൊണ്ട് ഓടും. പിന്നീട് ഭൂമിയിൽ കണ്ട സ്ട്രോങ് ആയിട്ടുള്ള 3 തൂണുകളിൽ അവർ പിടിച്ചു നിൽക്കുകയാണ്. ഇൻ കേസ് ആ ടൊർണാഡോ അവർക്ക് നേരെ ആഞ്ഞടിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുക. നാടിപ്പയ്യനാണെങ്കിൽ ഒരു പ്രത്യേകതരം പവറുള്ള ഒരു ബോൾ അവർക്ക് നേരെ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ തന്നെ ഇച്ചിഗോയ്ക്കാണെങ്കിൽ ആ സോൾ സൊസൈറ്റി ഓർമ്മ വരും. ഫുക്കാഗോയുടെ സഹായത്താൽ ആ ഒരു വലിയ കുഴലിലൂടെ ബോളിന്റെ സഹായത്താൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോയ കാര്യം അതവൻ അങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ ഷോക്കായിട്ട് ഇപ്പൊ അവനോട് ചോദിക്കും, സത്യം പറയും, ഈ ബോള് അത് നിനക്ക് എവിടുന്ന് കിട്ടി? അതിനവൻ പറയും, ഫുക്കാഗോ അവളൊരു നല്ല പെൺകുട്ടിയാണ്, ഇത് അവളാണ് എനിക്ക് തന്നത്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാനാണ് ഇത് തന്നത്. ഇത് തന്നത് മുതൽ ഈ നിമിഷം വരെ ഇത് എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യം വന്നിരിക്കുകയാണ്. അടിപ്പയ്യനാണെങ്കിൽ ഞൊടിയടയിൽ അതുപയോഗിച്ച് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറയും, ഇത് നീ ഫുക്കാഗുവിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ? നീ ഇത്രയും കാലവും ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യനോട് ദേഷ്യപ്പെടും. അവരങ്ങനെ ദേഷ്യപ്പെടുന്ന ഗ്യാപ്പിൽ ഇവരുടെ ബാരിയറിന്റെ മുകളിൽ ചെറുതായിട്ട് ക്രാക്സ് വീഴാനായിട്ട് തുടങ്ങുകയാണ്. അടുത്ത സെക്കൻഡ് നമ്മുടെ മുടിയൻ അവനവന്റെ പവർ ഉപയോഗിച്ച് സേഫ്റ്റി ബോളിനെ ആഞ്ഞടിച്ച് അവരെ 3 പേരെയും ടൊർണാഡോയിൽ നിന്ന് സേഫായി പുറത്തെത്തിക്കും. പക്ഷെ എന്താ അവരുടെ ദേഹത്തേക്ക് ഇപ്പൊ എന്തൊക്കെയോ അങ്ങനെ വന്ന് വീഴാണ്. മറ്റൊരു ഭാഗത്ത് ഐസനും ഐസന്റെ ആളുകളുടെ മീറ്റിംഗ് അതങ്ങനെ വേറെ ലെവലിൽ കാര്യമായിട്ട് നടക്കുകയാണ്. ഐസൻ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കുമായിട്ട് ഇപ്പൊ ഇച്ചിഗോൺ ടീം അവരവിടേക്ക് കടന്നു വരുന്ന ആ വിഷ്വൽസ് കാണിച്ചു കൊടുക്കും. ഇവരാണ് ഇപ്പൊ ഹോളോ വേൾഡിലേക്ക് പുതിയതായിട്ട് വന്ന ഇൻക്ലൂഡേഴ്സ്. എത്രയും വേഗം ഇവരെ കണ്ടെത്തി നശിപ്പിക്കണം. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഹോളോസ് അവറ്റകൾ മുഴുവൻ ഇപ്പൊ വിഷ്വലിലേക്ക് നോക്കും. പക്ഷെ അവർക്കാണെങ്കിൽ ഇച്ചിഗോ ആ ടീമിനെ കാണുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. അവർ മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചിരിക്കും. അത് കണ്ട ഐസൻ ആളങ്ങനെ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ ആ വിഷ്വൽസ് കാണുന്നില്ലേ? അതിലുള്ള ആൾക്കാരെ ഒരു കാരണവശാലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എസ്റ്റിമേറ്റ് ചെയ്താൽ എനിക്കും നിങ്ങൾക്ക് മാത്രമല്ല ഈ ഹോളോ വേൾഡിന് തന്നെ അത് വലിയ അപകടമാണ്. സത്യത്തിൽ ഇവര് ഹീറോസ് ആണ്. ഇവരിവിടേക്ക് വന്നതിന് ഒരു പ്രധാന ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ ഫ്രണ്ട്
ഒർഹിബ അവളിവിടെ ഉണ്ട്. അവൾ ഇവരുടെ ടീമിലെ ഒരു മെമ്പറാണ്. അവളെ തിരികെ പിടിക്കാനാണ് ഇവരിവിടേക്ക് എത്തിയത്. ഒർഹിബയെ നമുക്ക് ആവശ്യമുണ്ട്. അവൾ ഒരു കാരണവശാലും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവരെയും വെറുതെ വിടാനായിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് നമുക്ക് വലിയ വെല്ലുവിളിയായി തീരും. ഇനി ഒരു കാരണവശാലും സോൾ വേൾഡിലുള്ളവരോ ഹ്യൂമൻ വേൾഡിലുള്ളവരോ ഹോലോ വേൾഡിലേക്ക് ധൈര്യത്തോടെ വരാനായിട്ട് പാടില്ല. അതിന് നമ്മളെല്ലാവരും ചേർന്നായിട്ട് പ്ലാൻ ചെയ്ത് ഇവരെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കണം. ഐസൻ അത് പറയേണ്ട താമസം നമ്മുടെ നീലമുടിയൻ അവനാണെങ്കിൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവും. അവൻ്റെ ആറ്റിറ്റ്യൂഡും പുറത്തേക്കുള്ള നടത്തമൊക്കെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് പിടികിട്ടും അവൻ അവരെ കൊല്ലാനായിട്ട് ഒരുങ്ങി തന്നെ പുറത്തേക്ക് പോവാണെന്ന്. പക്ഷെ അവർക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. കാരണം ഐസൻ അവന് ഓർഡർ കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല അവരുടെ മീറ്റിംഗ് അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അവൻ്റെ അറഗൻസ് കണ്ട് എല്ലാവരും ഇപ്പൊ പല്ല് കടിച്ച് ഒരുപാട് ദേഷ്യത്തിൽ ആ നീലമുടിയനെ തന്നെ നോക്കും. ഒരു തവണ ഇതുപോലെ അവൻ ഓവർ കോൺഫിഡൻസ് കാണിച്ചുകൊണ്ടാണ് അവന് കൈ നഷ്ടപ്പെട്ടത്. വീണ്ടും അവൻ അതേ ഗതിയിലേക്ക് തന്നെ പോകുമെന്ന് അവർ പെറുപെറുക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ഐസൻ ആളാണെങ്കിൽ ഇപ്പൊ അവനെ തിരികെ വിളിക്കുകയാണ്. പക്ഷെ നീലമുടിയനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് കടക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഐസൻ അങ്ങനെ ഫേസ് ടേൺ ചെയ്ത് അവന്റെ പവർ അത് റിലീസ് ചെയ്യും. ഐസന്റെ പവർ പുറത്തേക്ക് വരേണ്ട അടുത്ത നിമിഷം തന്നെ അവൻ അങ്ങനെ തളർന്ന് താഴെ വീഴുകയാണ്. അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് ഇപ്പൊ ബ്രീത്ത് പോലും എടുക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷമാണ് അവന്റെ ക്യാപ്റ്റൻ ഐസന്റെ പവർ എന്താണെന്ന് അവൻ തിരിച്ചറിയുക. നീലമുടിയനാണെങ്കിൽ കാര്യം പിടികിട്ടും. മാസ്റ്ററിന് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. മാത്രമല്ല ഇത്രയും പവറുള്ള മാസ്റ്ററിന് ഇൻക്ലൂഡേഴ്സിനെ വളരെ ഈസി ആയിട്ട് തോൽപ്പിക്കാനായി കഴിയും. ഇവിടെ ഐസോ ആണെങ്കിൽ ജനറൽസിന് കമാൻഡ് കൊടുക്കും. നിങ്ങളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹോളോ വേൾഡിലേക്ക് അവർ വരണമെങ്കിൽ അവർ നിസ്സാരക്കാരല്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഹീറോ ആൻഡ് ടീമിനെ കാണിക്കും. അവർ ഒരുപാട് ദൂരെ ഓടിയിട്ടും ആ കാസ്റ്റിലിന്റെ 7 അയലത്ത് പോലും എത്താനാവില്ല. അവരങ്ങനെ തളർന്ന് താഴെ വീണ് കിടക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കും. അപ്പോഴായിരിക്കും ഒരു ലിസാർഡ് അവന്റെ അടുത്തേക്ക് വരിക. അതൊരു സാധാരണ ലിസാർഡല്ല, ഒരു ഹോളോ ലിസാർഡാണ്. അതിനെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് വല്ലാതെ ടെൻഷനാവും. ഹീറോ ആണെങ്കിൽ കണ്ണാടിപ്പയ്യനോട് ചോദിക്കും, ഇത്രയും ചെറിയ ഒരു ജീവി അതെങ്ങനെ ഹോളോ ആയി തീർന്നു? അതിന് കണ്ണാടി പയ്യൻ പറയും, ഇവിടെ ഇതുപോലുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്. അവറ്റകളെല്ലാം ഹോളോ പവർ അബ്സോർബ് ചെയ്ത് പതിയെ ഹോളോസായി മാറുന്നതാണ്. അവര് പോലും അറിയുന്നില്ല അവരൊരു ഹോളോയായി മാറുന്ന കാര്യം. പക്ഷേ അവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞങ്ങൾ ക്വിൻസീസും ഋഷി എന്ന് പറയുന്ന ഒരു പവർ അത് അബ്സോർബ് ചെയ്താണ് ഞങ്ങളുടെ പവറൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐസോയുടെ ബോഡിയിൽ നിന്ന് ഒരു പ്രത്യേക പവർ അത് പുറത്തേക്ക് ഇജക്റ്റ് ആവും. അതുപയോഗിച്ചാണ് ഇവറ്റകളും ഇവരുടെ പവർ ഇൻക്രീസ് ചെയ്യുക. കണ്ണാടിപ്പയ്യനാണെങ്കിൽ വീണ്ടും പറയും, എനിക്ക് ആവശ്യമായിട്ടുള്ള പവർ എല്ലാം തന്നെ ഹ്യൂമൻ വേൾഡിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ഈ ഹോളോ വേൾഡിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പവർഫുള്ളായി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം അസൂയ തോന്നും. സാധു അവന്റെ കൈകളിലേക്ക് നോക്കും. അവനും ഇപ്പൊ കുറച്ച് പവർഫുൾ ആയതുപോലെ അവന് ഫീൽ ചെയ്യുകയാണ്. അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന അതേ സമയം ഇപ്പൊ ഒരു കുഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതിന്റെ തൊട്ടു പുറകില് കുറച്ച് ഹോലോസും. അവറ്റകളെ കണ്ട് നമ്മുടെ ആൾക്കാർ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡി ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.